ഈ വർഷകാലം ആരംഭിച്ചതിന് ശേഷം തൃശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും കളവുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് മോഷ്ടാക്കൾ വിലസുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് അടുത്ത കാലത്ത് തിരുവില്ലാമല വില്യാദിനാഥ ക്ഷേത്രത്തിൽ 1,59,000 രൂപയാണ് മോഷ്ടാക്കൾ അടിച്ചുമാറ്റിയത്. ഇതാ തൊട്ടടുത്ത ദിവസം അഞ്ഞൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീകോവിൽ കുത്തി തുറന്ന് അവിടുത്തെ ഗോളക ശൂലം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കളവ് പോയി. മുതുവറ ക്ഷേത്രത്തിൽ ഈ വർഷകാലം ആരംഭിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ദേവസ്വം ബോർഡ് വളരെ ജാഗ്രതാപൂർണമായ നിലപാടുകൾ എടുക്കണമെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ ഓൺലൈനിൽ യോഗം ചേരുകയും കഴിയുന്ന ക്ഷേത്രങ്ങളിൽ CCTVയുടെ സംവിധാനം ഉണ്ടാകണമെന്നും അതനുസരിച്ച് തിരുവില്ലാമല ക്ഷേത്രത്തിൽ CCTV സ്ഥാപിച്ചു കഴിഞ്ഞു. മറ്റ് ക്ഷേത്രങ്ങളിൽ ജീവനക്കാരോട് 1 മണി മുതൽ രാത്രി 1 മണി മുതൽ 3 മണി വരെയുള്ള സമയം ജാഗ്രതരായിരിക്കണം എന്നുള്ള കർശന നിർദ്ദേശം നൽകിയതാണ്. ഒപ്പം തന്നെ നമുക്ക് സെക്യൂരിറ്റി സംവിധാനമുള്ള സ്റ്റാഫുകളുള്ള സെക്യൂരിറ്റിക്കാരുള്ള അവിടെ സെക്യൂരിറ്റി ജീവനക്കാരോട് കൃത്യനിർവഹണത്തിൽ എന്തായിരുന്നാലും വളരെ ശുഷ്കാന്തി ഉണ്ടാവണമെന്ന നിർദ്ദേശം നൽകിയിട്ടാണ്. ഇതോടൊപ്പം തന്നെ ഓരോ ഓഫീസർമാരോടും അതാത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ദേവസ്വം ഓഫീസർമാരോട് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അവിടെ സ്റ്റേഷൻ SIയുമായി പറഞ്ഞ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാത്രി കാലങ്ങളിലുള്ള പെട്രോളിംഗ് സംവിധാനം ഊർജപ്പെടുത്തണമെന്നും പോലീസിനോട് ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് ഒന്നാവശ്യപ്പെടാനുള്ളത് പോലീസിനോടാണ്. പോലീസ് ഇപ്പോ ഈ ക്ഷേത്രങ്ങളിൽ കളവുകൾ വലിയ തോതിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായ സുരക്ഷ ഉറപ്പുവരുത്തുകയും വേണമെന്നാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിനെ പോലീസ് അധികാരികളോട് ആവശ്യപ്പെടുവാനുള്ളത്. ഇതനുസരിച്ച് ഞങ്ങൾ കഴിഞ്ഞ തിരുവില്ലാമല മോഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ACPയുമായി കുന്നംകുളം ACPക്ക് ചാർജ് ഗുരുവായൂർ ACPക്കാണ്. അദ്ദേഹവുമായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം അന്വേഷണം നടക്കുന്നുണ്ട്, ഉടൻ തന്നെ കള്ളനെ പിടിക്കാൻ സാധിക്കും എന്ന ഒരു സൂചനയാണ് തന്നത്. ജില്ലാ പോലീസ് അധികാരികൾ എന്തായിരുന്നാലും രാത്രികാലങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഈ മോഷ്ടാക്കളെ പിടികൂടാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നും രാത്രികാലങ്ങളിലുള്ള പെട്രോളിംഗ് സംവിധാനം ശക്തമാക്കണമെന്നുമാണ് ദേവസ്വം ബോർഡിനെ പോലീസ് അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത്.